എന്താ ഞാൻ ഈ ഉറക്കുന്ന വിളിച്ചോണ്ടി കഴിഞ്ഞാല് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആള് ഏറ്റവും ദേഷ്യമുള്ള ആളായിരിക്കും. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ആര് തല്ലിയത്? പെൺകുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടികളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇപ്പൊ മനസ്സിലായി. മണവാളൻ. ഹലോ ഗായ്സ്, ഇന്നൊരു വെറൈറ്റി സെക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ മെന്റലിസ്റ്റ് ബ്രോ, പേര് റെനീഷ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. അപ്പൊ നമ്മൾ ഇന്ന് മുല്ലനെയാണ് നമ്മൾ ഇന്ന് മെന്റലിസം ചെയ്യാൻ പോണത്. മുല്ലനെ ഒരു വെറൈറ്റി സെക്ഷൻ കൊടുക്കണം അല്ലേ? എന്ത് സെക്ഷൻ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്ത് എങ്ങനെ എപ്പോഴാണ് നമ്മൾ എന്താ കൊടുക്കണ്ടെന്ന് പറയേണ്ടത്? തൊട്ട് മുന്നേറ്റ് അല്ലേ? നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് മുല്ലിനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, കൈയുണ്ടോ? ജസ്റ്റ് ഫ്രീ ആയിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കാം. നന്നായിട്ട് ഫോക്കസ് ചെയ്തോ, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടിരുന്നോ. കണ്ണിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തോ. കണ്ണുകൾക്ക് നല്ല ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണ് നല്ല ഹെവി ആയി വരും കേട്ടോ. നല്ല ഹെവി ആയി വരും. നല്ല ഹെവി ആവുന്നുണ്ട്. നന്നായിട്ട് നോക്കുക. നല്ല ഫ്രീ ആയിട്ടിരുന്നു. നന്നായിട്ട് ഫോക്കസ് ചെയ്തു. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. കംപ്ലീറ്റ് ബോഡി നല്ല റിലാക്സ് ആയിട്ട് ഉറക്കിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് നീ പോകാം കേട്ടോ. നന്നായിട്ട് ഉറങ്ങുക. ഉറക്കിൻ്റെ ആഴങ്ങളിലേക്ക് പോവാണ്. നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. ജസ്റ്റ് 5 to 1 കൗണ്ട് ചെയ്യാൻ പോവാണ്. ഓരോ കൗണ്ടിലും മുല്ല ഇപ്പോൾ ഉള്ള ഉറക്കിനേക്കാൾ 1000 ടൈംസ് അഗാധമായ ഉറക്കിലേക്ക് പോകും കേട്ടോ. 5 4 3 2 1. കംപ്ലീറ്റ് ബോഡി നല്ല റിലാക്സ് ആയിട്ട് വരുന്നുണ്ട്. നന്നായി ഉറങ്ങുക. ഉറക്കിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോകട്ടോ. ഓക്കെ, മുല്ലക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും കേട്ടോ. എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ഓക്കെ, മുല്ല ഈ ഉറക്കുന്ന് വിളിച്ചുണർത്തി കഴിഞ്ഞാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് മുല്ലക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളായിരിക്കും കേട്ടോ. ഏറ്റവും വെറുക്കപ്പെട്ട ആളായിരിക്കും. ഞാൻ പറയുമ്പോൾ ഈ ഉറക്കുന്ന് പുറത്തു വരാൻ പറ്റും. ഞാൻ ഈ ഉറക്കുന്ന് വിളിച്ചുണർത്തി കഴിഞ്ഞാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ഏറ്റവും ദേഷ്യമുള്ള ആളായിരിക്കും. ആ ദേഷ്യം എക്സാക്റ്റ് ആളെ കാണുമ്പോൾ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കും കേട്ടോ. ആ ദേഷ്യം മൊത്തമായിട്ട് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കും. ഭയങ്കര ദേഷ്യമാണ്. ഒരുപാട് മുല്ലയെ ദ്രോഹിച്ച വ്യക്തിയാണ് കേട്ടോ. ആ ദേഷ്യം ഫുള്ളുള്ളിലുണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഗ്രഡ്ജ്, ആ ഒരു ഭയങ്കര ദേഷ്യം നന്നായിട്ട് കാണിക്കും കേട്ടോ. നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഞാൻ ഈ ഉറക്കുന്ന് വിളിച്ചുകൊണ്ടി കഴിഞ്ഞാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ മുല്ലക്ക് ഏറ്റവും ദേഷ്യമില്ല, ഏറ്റവും വെറുപ്പുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. ഓക്കെ, ആ വ്യക്തിയെ എക്സാക്റ്റ് അങ്ങനെ തന്നെ കാണാനും വ്യക്തിയോട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും പറയാനൊക്കെ സാധിക്കും കേട്ടോ. ഓക്കെ, മുല്ല ഞാൻ ഉറക്കുന്ന് വിളിച്ചെടുത്താൻ പോവുകയാണ്. മുമ്പിലിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തി ഏറ്റവും ദേഷ്യമില്ല, ഏറ്റവും വെറുപ്പുള്ള വ്യക്തി കേട്ടോ. ഓക്കെ, വേണ്ടതിന് സ്ലോലി അവിടെ റൈസ് തര നോക്ക്. ഇതാരാണ്? ഇല്ല, എന്താ ഇതാരാണ്? ആര് തല്ലണ്? അത് പറഞ്ഞ ആര് തല്ലണ്? മുല്ല റിലാക്സ് കൂൾ ജസ്റ്റ് റിലാക്സ്. ഇത് ആരാണ്?
ഒന്നും പറയണ്ട. ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ ഇതാരാ ഒറിജിനൽ കാണാൻ പറ്റും കേട്ടോ. നോക്കോ സാർ നോക്ക്. ഇതാരായിരുന്നു പോ? അവളോ ഈയപ്പ ആര് തല്ലിയത്? അവള് ഏതവളായിട്ട് നീ തല്ലിയത്? തല്ല് മൊത്തം കൊണ്ടത് എനിക്കാ. ആര് തല്ലി നീ? ഏതോ ഒരു പെണ്ണിനോട് ഇത്രയും ദേഷ്യണ്ട്. അതിരടി മൊത്തം ഞാൻ കണ്ട്. നീ ബോക്സിങ് പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനൊന്നും ഒരു പെണ്ണിനെ തല്ലാൻ പാടില്ല. ഞാൻ തന്നെ കൊണ്ടു നിന്നതാ. അയ്യോ എന്നാല ഇക്കിപ്പോ ഒരു ക്യൂരിയോസിറ്റി. എന്നാലും പറ ആരാണത്? ഏതവളായിരിക്കും? സാധാരണ ഞാൻ വിചാരിച്ചു വല്ല ചെക്കനെ ഇടിക്കണെന്നാ. ഇടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചെക്കനെ ഇടിക്കണെന്ന്. അപ്പൊ പെൺകുട്ടികൾക്ക് അപ്പൊ പെൺകുട്ടികളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇപ്പൊ മനസ്സിലായി. എന്നാലും നമ്മുടെ നിന്ന് റിവീൽ ചെയ്യാന് ആരാണ് ഇത്ര ദേഷ്യം? അത് ഞാൻ വിട്ട കേസാ. ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ല. എന്നാലും ഇത് ആരാന്ന് അറിയാണ്ട് ഇപ്പോഴും ഒരു എന്നാലും ശരി, ഇത് ആരായിരിക്കും? ഇവിടെ ആരായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗസ് ചെയ്യിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ. ബ്രോ എന്ത് ചെയ്ത് സച്ചിങ്ങള് സംഭവം എന്ത് ചെയ്ത്? ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. സംഭവം കലക്കി കിടുക്കി. ഇതിന്റെ മുന്നേ ജസ്റ്റ് എന്ത് ചെയ്ത് ഇപ്പൊ ഓരോരുത്തരെ ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ എന്നെ ഫസ്റ്റ് വന്നിരുത്തിട്ട് ഇങ്ങനെ കണ്ണ് എന്ത് ചെയ്ത് തുറക്കാൻ പറ്റാത്ത രീതിയിലും അത് നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്തിട്ടില്ല. പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് ഇവിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ആള് ഇതിന് ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പേര് വരെ ഇവിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും ഇപ്പൊ ഞാൻ അതുവരെ ഷൂട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ ആലോചിക്കണേ അതൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന്. അപ്പൊ ഓക്കെ, നമ്മുടെ സെക്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും താങ്ക് യു. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. ഓക്കെ ബൈ.